ഇത്തരം ഒരു കേസ് നിങ്ങളെ മേലെ വരികയാണെങ്കിൽ നിങ്ങൾ ക്രിമിനൽ റെക്കോർഡ് അല്ലെങ്കിൽ DBS ചെക്കൊക്കെ വേറൊരു ജോലിക്ക് വേണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് മൊത്തം ഡാമേജ് ആവും, നെഗറ്റീവായിട്ട് മാറും. നിങ്ങൾക്ക് വേറൊരു ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ നിങ്ങളെ UK നിന്ന് ഡിപ്പോർട്ട് ചെയ്യാനും സാധ്യതയും. അതേപോലെ ഈ ഒരു വീഡിയോ ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നതോടുകൂടി നാണക്കേട് ആണ് ഉണ്ടാവുക. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബക്കാരെ മുന്നിൽ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മുന്നിൽ, ബന്ധുമിത്രരുടെ മുന്നിലൊക്കെ നമ്മൾ നാണം കെടും. നമ്മളെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അവർ പബ്ലിഷ് ചെയ്യും. ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ എല്ലാവരും ഇത് കാണും. അത്തരം ഒരവസ്ഥ വരേണ്ട കാര്യമുണ്ടോ? ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കുക. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് ഇത് ആരും അറിയില്ല, ഇത് ഒരു എന്താ പറയുക, പരസ്പര ധാരണയോട് കൂടിയുള്ള ഒരു ചാറ്റാണെന്നുള്ളതാണ്. ഒരിക്കലുമല്ല. മറുപുറത്ത് സംസാരിക്കുന്നത് ഒരു പോലീസായിരിക്കാം, വിജിലൻറ്റ് ഓഫീസറായിരിക്കാം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അല്ല എന്ന് വെക്കുക, ഇത്തരം സന്ദർഭങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. അതായത് ഇനിയിപ്പോൾ ഒരു കുട്ടി, നിങ്ങൾക്ക് അറിയുന്ന ഒരു കുട്ടി തന്നെ ഇങ്ങോട്ട് നേരിട്ട്, ഈ 15 വയസ്സിന് താഴെയുള്ള, 18 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ കൂടി അത് വിജിലൻ്റ് അല്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളുടെ ഇവിടെയുള്ള UK യിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അപ്പുറത്തെ ഏതെങ്കിലും ഫ്ലാറ്റിലെ കുട്ടിയാണ് എന്ന് നേരിട്ട് അറിയാമെങ്കിൽ കൂടി ആ കുട്ടി ഇങ്ങോട്ട് വന്നാലും ദയവ് ചെയ്ത് ഇത്തരം പ്രവൃത്തിയിൽ ഇടപെടാതിരിക്കുക. കാരണം നമ്മൾ പറയാറുണ്ടല്ലോ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും കേടാർക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക.